ജീവിതത്തിലുള്ള ഈ ഇരുട്ടിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ഒരു ദൈവമാണ് യേശു കർത്താവ്. യേശു കർത്താവ് എന്തിനീ ലോകത്തിൽ വന്നു? പാപികളുടെ പാപത്തിൽ നിന്ന് പരിഹാരം കൊടുക്കാൻ. രണ്ടാമത് ഞാൻ ഓർപ്പിക്കാം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. യേശു ക്രിസ്തു എന്തിനു വന്നു? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. എന്ന് പറയുമ്പം നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം, പിശാചൊന്നുമില്ല, സാത്താനൊന്നുമില്ല, ഇത് മതത്തിന്റെ ഒരു പഠിപ്പിക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം പറയാം, സകല തിന്മകളുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തിയുണ്ട്. സകല അനീതിയുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന ആ മനുഷ്യനെ പിടിക്കുന്ന സകല അശുദ്ധിയുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തിയെ തകർത്തുകൊണ്ട് മനുഷ്യന് മോചനം നൽകാൻ ഈ ഉലകത്തിൽ വെളിപ്പെട്ട ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ഈ നിലകളിൽ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാക്കി അവരെ ലോകത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഏത് പൈശാചിക ശക്തിയുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയെ തകർക്കാൻ ഈ ഉലകത്തിൽ വെളിപ്പെട്ട ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല, യേശു ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും. മൂന്നാമത് യേശു എന്തിനാ വന്നത്? നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും, അതെ, ധാരാളമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ജീവൻ തരാൻ. ജീവൻ എന്ന് പറയുമ്പോൾ ശാരീരിക ജീവൻ നമുക്കറിയാം. ശാരീരിക ജീവൻ നമുക്ക് ഈ ഉലകത്തിൽ ഉള്ള എല്ലാവർക്കും ശാരീരിക ജീവൻ ഉണ്ട്. അത് ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിത്യമായ ജീവൻ തരാൻ, സമൃദ്ധിയായി എല്ലാ മാനവ ജാതിക്കും മാനവ കുലത്തിനും സമൃദ്ധിയായ ആത്മജീവൻ തരാൻ ഇവിടെ വന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. സഹോദരങ്ങളെ, അത് പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, യേശുവേ, ഞാൻ അങ്ങയെ ദൈവമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, എൻ്റെ പാപം ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ മകളാക്കണമേ, അങ്ങയുടെ മകനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ തത്സമയം നിങ്ങളുടെ അകലാരിൽ വെളിപ്പെട്ട് നിങ്ങളുടെ അശുദ്ധി മാറ്റി തന്റെ തിരു നിണത്താൽ രക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമകനും ദൈവമകളുമാക്കി തീർത്ത് നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ ഈ യേശു ശക്തിയുള്ള ദൈവമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകം ഞാൻ ഓർപ്പിക്കാം, യേശു ഈ ലോകത്തിൽ വന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ തരാനാണ്. അതിന് താൻ നൽകിയത് തൻ്റെ ജീവനാണ്. കാൽവറി കുലക്കളത്തിൽ നമുക്ക് പകരക്കാരനായി യേശു ക്രൂശിൽ മരിച്ചു. നമുക്കറിയാം, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും പാലസ്തീനിൽ തുറന്നു കിടക്കുന്ന, ഇസ്രായേലിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയാണ് യേശു ക്രിസ്തുവിന്റെ കല്ലറ. നമുക്കറിയാം, യഹൂദന്മാര് യേശുവിനെ ക്രൂശിച്ചു, അവനെ അടക്കം ചെയ്തു. എന്നാൽ അവർക്ക് ഉറക്കം വന്നില്ല. അവര് കൂട്ടമേ എഴുന്നേറ്റു പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു. പീലാത്തോസ്, ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ തന്റെ ശിഷ്യന്മാര് യേശുവിന്റെ ശവശരീരം കട്ടുകൊണ്ട് പോയിട്ട് പറയും യേശു ഉയർത്തെഴുന്നേറ്റുമെന്ന്. അങ്ങനെ വരാതിരിക്കേണ്ടതിന് എന്തോ ചെയ്യണം? ഈ കല്ലറയ്ക്ക് കാവൽ നിർത്തണം. നമുക്കറിയാം, റോമൻ പട്ടാളം എല്ലാവിധ ഉറപ്പിക്കലും ഈ കല്ലറയ്ക്ക് വരുത്തുവാനായിട്ടിടയായി. യേശുവിന്റെ കല്ലറയ്ക്ക് റോമൻ പട്ടാളം കാവൽ നിന്നു. എന്നാൽ വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ചയുടെ സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ റോമ ഗവൺമെന്റ് അടിച്ചു വച്ചിരുന്ന മുദ്ര 7 തകർത്തുകൊണ്ട്
യേശുവിനെ വരിഞ്ഞു മുറുക്കി വച്ചിരുന്ന ശീലയുടെ ബന്ധനം അറുത്തുകൊണ്ട് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. മാത്രമല്ല 40 ദിനം താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്ന് സകലമായ പേർക്കും പ്രത്യക്ഷനായി അനന്തരം താൻ ഉയരത്തിലേക്ക് പടുന്നുയരുവാനിടയായി. ഇപ്പോൾ താൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു രണ്ടാമതും എത്രയും വേഗം പ്രത്യക്ഷപ്പെടാനായിട്ട് പോവുകയാണ്. ആകയാൽ ഈ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും ചേർക്കുവാൻ കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകതാരിൽ അംഗീകരിച്ച് യേശുവുള്ളവരായി, ദൈവമുള്ളവരായി പ്രത്യാശയോടെ ഈ അവധി ജീവിതം തുടരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്.